ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നാണെങ്കിൽ ഒന്ന് ഹെയർ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. എവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് ഹെയർ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ വീട്ടിലിരുന്ന് ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന മുടിയിൽ അങ്ങും ഇങ്ങും ഒക്കെ ഒരു കളർ ഉണ്ടെങ്കിൽ അത് ഞാൻ വീട്ടിലിരുന്ന് ഹെയർ കളർ ചെയ്തിട്ടാണ്. ഞാൻ ആ കൂടെ 2 വട്ടമേ ഉള്ളൂ സലൂണിൽ പോയിട്ട് ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുള്ളത്. ഒരു രണ്ട് വട്ടം ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഒന്ന് തൊടുപുഴയിലും ഒന്ന് എൻ്റെ ഇവിടെ പന്തളത്തുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 വട്ടം ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് കുറേ നാൾ നിൽക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ശേഷം പിന്നെ അത് ഫെയ്ഡായി പോയതിന് ശേഷം ഞാൻ വിചാരിച്ചു തനിയെ ഇരുന്ന് എന്തിനാ അത്രയും രൂപ കളയുന്നത്, അപ്പോൾ ഞാൻ തനിയെ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ പറയാനാ, സ്ട്രീക്സ്, പാരഡൈസ്, പിന്നെ ബി ബ്ലണ്ട്, ഈ 3 ബ്രാൻഡ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ നല്ലതാണ്, സ്ട്രീക്സിൻ്റെ ഒക്കെ നല്ലതാണ്. ബ്ലീച്ചൊക്കെ ചെയ്യുന്നത് തന്നെ ഇപ്പോഴും ഇരിക്കാറുണ്ട്. എന്നാലും പോയി, നല്ലപോലെ പോയി, കുറേ നാളായല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം എന്തിനാ സലൂണിൽ കൊടുത്ത് 4000 എബോവ് ഒക്കെ കൊടുക്കുന്നത് എന്തിനാ, അപ്പം നമുക്ക് തന്നെ വീട്ടിൽ ഇരുന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം നിങ്ങൾക്കും ഒരു ഇത് ഉപകാരപ്പെടും. കാരണം കുറേ പേർക്ക് അത്ര അഫോർഡ് ചെയ്യാനൊന്നും പൈസ കാണത്തില്ലായിരിക്കും. അപ്പം ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങി ഞാനൊരു ഹെയർ കളർ ചെയ്യാണ്. ഇത്തവണ ഞാൻ സ്ട്രീക്സ് അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല, ഒരിച്ചിരി പ്രൊഫഷണൽ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ സലൂണിൽ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിക്ക് തന്നെയാണ് ഞാൻ ഇത്തവണ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം. ഒന്നിത് ഡെവലപ്പർ, ഏത് ബ്രാൻഡിന്റെ എടുത്തേക്കെന്ന് വെച്ചാൽ സ്ക്വാർട്സ്കോഫ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്ക്വാർട്സ്കോഫ്, ആ ഒരു ബ്രാൻഡിന്റെ ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാനിത് വാങ്ങിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ തൊടുപുഴയുള്ള ഒരു സൈറ ബ്രൈഡൽ ഹബ്ബിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മിക്ക സാധനങ്ങളും വാങ്ങുന്നത് ഞാൻ ആ സൈറയിൽ പോയിട്ടാണ് വാങ്ങുന്നത്. അപ്പം ഞാൻ അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പം മിക്ക എന്താ പറയാനാ, ഇപ്പോൾ കോസ്മെറ്റിക്സ് ആയിട്ടുള്ള ബ്രൈഡൽ ഹബ്ബിലൊക്കെ ഇപ്പം മിക്ക കടകളിലും ഇപ്പോൾ ആണെങ്കിൽ ഇതുപോലത്തെ ഒക്കെ സ്ക്വാർട്സ്കോഫിൻ്റെയും ആണെങ്കിലും ഏത് സലൂണിൻ്റെ ഒക്കെ ഏതൊക്കെ ബ്രാൻഡിൻ്റെ ഒക്കെ ആണെങ്കിലും ഹെയർ കളർ കിട്ടും. അപ്പം ഞാൻ ഇത്തവണ എടുത്തേക്കുന്നത് ഈ ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ ഇത് ഡെവലപ്പറാണ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഹെയർ കളേഴ്സ് ഞാൻ വാങ്ങിച്ച 2 ഹെയർ കളേഴ്സ് ഞാൻ വാങ്ങിച്ചു. ഒരെണ്ണം പാളിപ്പോയാലും ഒരെണ്ണമെങ്കിലും ഇരിക്കട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട്, ചിലപ്പോൾ ഈ കളർ കൊള്ളത്തില്ലെങ്കിലോ, ചിലപ്പോൾ ഈ കളറാണ് കൊള്ളാമെന്നല്ല, ഇത് കൊള്ളത്തില്ലെങ്കിൽ ഇതാണോ കൊള്ളാമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ഹെയർ കളർ വാങ്ങിച്ചിട്ടുണ്ട്. അത് മറ്റേ അവരാണെങ്കിൽ ഒരു ബോർഡ് വരും, ബോർഡ് തന്നിട്ട് ആ മുടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഏത് ഹെയർ കളർ വേണമെന്ന് നോക്കി അങ്ങനെയാണ് ഞാൻ എടുത്തത്. ഇപ്പം അതിനകത്ത് കാണുന്ന പോലെയാണോ നമ്മൾ തലയിൽ തേക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് എത്ര നാൾ നിൽക്കും, ഇത് ഞാനിപ്പോൾ ഇടുമ്പം കളർ ആവുന്നത് പോലും എനിക്കറിയത്തില്ല. അപ്പം ഇത് രണ്ടുമാണ് ഇത് എടുത്തേക്ക്. ഇഗോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണമാണ്, അഘോരോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ സ്ക്വാർട്സ്കോഫിൻ്റെ തന്നെ 2 എണ്ണമാണ്. കളർ ഇതാണ്, കളർ ക്രീമാണിത്. ഇത് ഏത് ഇതെന്ന് വെച്ചാൽ 846 ആണ്. ഇത് 12.2 ആണ്. ഇത് 846 ഇതിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബ്ലോണ്ട് ക്ലിയർ ബീച്ച് മെറൂൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിലൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, ഇത് ഏതൊക്കെയോ ഭാഷയിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പം ഈ 2 എണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഈ 3 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം വേറൊന്നും വേണ്ട, ഈ 3 എണ്ണം വേണ്ട. ഡെവലപ്പറും ഈ കളർ ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തലയിൽ പുരട്ടുന്നത്. എൻ്റെ പട്ടി കിടന്ന് കുരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായുള്ള സാധനങ്ങൾ ഞാൻ ഒരു പാത്രം, ഒരു ബ്രഷ്. അപ്പം ഇത് ഞാൻ എങ്ങനെ ഇപ്പം ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഇത് 2ഉം കൂടെ മിക്സ് ചെയ്യണോ, ആദ്യം ഇത് മിക്സ് ചെയ്തിട്ട് തേച്ചതിന് ശേഷം ബാക്കിയുള്ള മുടികൾ അടുത്തത് ഇട്ടാൽ മതിയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായിരിക്കും ഇച്ചിരി നല്ലത്. അപ്പോൾ 2 കളറും കൂടെ ഇരിക്കും. മറ്റേ മിക്സ് ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും കളറായി പോയാലോ, വേണ്ട അല്ലേ. അപ്പം ഇത് കാണിച്ചേ. പിന്നെ നമുക്ക് ആവശ്യം ഒരു ചീപ്പ്, ഒരു ഫോയിൽ പേപ്പർ. നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പം വെറുതെ പൈസ കൊടുത്തൊന്നും നിങ്ങൾ കളയേണ്ടെന്ന്. ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മതി കേട്ടോ. ഞാൻ നോക്കട്ടെ കേട്ടോ, ഞാൻ എൻ്റെ എക്സ്പെരിമെൻറ്റ് കൊള്ളാൻ നോക്കിയിട്ട് നിങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ പൊട്ടിക്കണം. ഞാൻ ഇതുവരെ തുറന്ന് നോക്കുക എന്താണെന്നൊന്നും സംതിങ് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ദൈവമേ, അടപ്പാണ് കേട്ടോ. അയ്യോ, ഗ്ലൗസ് എടുത്തില്ല. ഞാൻ എവിടെ നിന്നെങ്കിലും പോയി ഗ്ലൗസ് കണ്ടി പിടിച്ചിട്ട് അങ്ങനെ കുറേ തപ്പിയിട്ടാണ് കിട്ടിയത്. അങ്ങനെ ഹാൻഡ് കവർ കിട്ടി. ഗ്ലൗസ് ഇട്ടില്ലേൽ ചിലപ്പോൾ കയ്യിലെങ്ങാണായ പിന്നെ അത് പോയില്ലെങ്കിൽ എന്ത് പറ്റും, ഇതിനകത്ത്. അപ്പം നമ്മുടെ പാത്രം എടുത്തു.
അപ്പോൾ നമുക്ക് ആദ്യം ഇതെടുക്കാം കേട്ടോ. ഈ ഞാൻ മുമ്പേ പറഞ്ഞ ഈ 46 എടുക്കാം. കുറേ എടുക്കണോ കുറച്ചെടുക്കണോ എന്ന് എനിക്കറിയത്തില്ല. ഒരാവശ്യത്തിന് എടുക്കാം അല്ലേ. ഇങ്ങോട്ട് ഇതെങ്ങാണ്ട് 1:1 അങ്ങനെ എന്തോ സംതിങ് ആണ് കേട്ടോ ഒഴിക്കേണ്ടത്. ഡെവലപ്പറും ഇതും സംതിങ് അങ്ങനെയാണ് ഇടേണ്ടത് ലിറ്ററലി. എനിക്ക് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം തന്നെ ഒരു ഇതായി ഒരു മുടി വരും. ആ മുടി മോൻ അവിടെ ഇരിക്കട്ടെ. ഡെവലപ്പർ കൂടിപ്പോയോ എന്നൊരു ഡൗട്ടില്ലാതില്ല. ഇതുവരെ ഈ ബ്രാൻഡിനെ ചെയ്തിട്ടില്ല. നമ്മളെ സ്ട്രീക്സും ബ്ലീ ബ്ലെൻഡും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു മുടി കളറൊന്നും വരുന്നില്ല, വെള്ളം തന്നെ ഇരിക്കുക. ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഏതാണ്ട് നല്ലൊരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. വരച്ച് നോക്കാമല്ലേ എന്താകുമോ എന്തും. ഇപ്പോൾ മുടി നല്ലപോലെ വന്നിട്ടുണ്ട്. അന്ന് ആ ഫ്രണ്ടിൽ വെട്ടിയിട്ട മുടിയൊക്കെ കണ്ടോ ഇവിടം വരെ, ഇവിടെ കിടന്ന മുടിയാണ് ഇവിടം വരെ. അപ്പം അതിൻ്റെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ മുടി എങ്ങനെയാണ് പെട്ടെന്ന് വളരുന്നത്. അപ്പം അതിനെപ്പറ്റിയും ഒരു ഹെയർ റുട്ടീൻ ഇടാം കേട്ടോ. സാധാരണ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് മനസ്സിലായില്ലേ, ഒത്തു വരുമോ ഹെയർ കളറൊക്കെ വരുമോ നടത്തില്ല. സാധാരണ വീഡിയോ ഒന്നും എടുക്കാതെ ചെയ്യുമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സക്സസ് ആയിരുന്നു. ഇത് ആകുമോ എന്തോ ഒരു പേടിയുണ്ട്. ഇതെങ്ങനെ എവിടുന്ന് തുടങ്ങണോ എന്തോ. നടുക്കൂന്നൊരു പതിപ്പെടുത്തിട്ട് ചെയ്യാല്ലേ. അത് ഞാൻ ഇങ്ങോട്ടല്ലേ മുടി ഇടുന്നത്, അതിനനുസരിച്ച് ചെയ്താൽ പോരെ. നടുക്കാകത്തില്ലേ. മുടി പാടാ കണ്ട ഇവിടെയൊക്കെ കുറച്ച് ഇരിപ്പുണ്ട് അന്നത്തെയൊക്കെ. നമുക്ക് ഈ ഫ്രണ്ടിലത്തെ മുടി അങ്ങ് മാറ്റായിരുന്നല്ലേ. ക്ലിപ്പ് പോലും എടുത്തില്ല. ഇതവിടെ ഇരിക്കട്ടെ, നമുക്ക് ഈ മുടിയിലോട്ട് പോകാം. കേസ് എനിക്കിത് മാത്രമായിട്ട് കാണാൻ പറ്റില്ല. ഞാനൊരു മിററും കൂടെ എടുത്തുകൊണ്ട് വരാം. ഞാൻ കണ്ണാടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ടും പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. എനിക്ക് ഗ്ലൗസ് പറ്റുന്നില്ല. ഒരു ഗ്ലൗസ് ഇരിക്കട്ടെ. എല്ലാം കൂടെ ചെയ്യാൻ വൃത്തിയായിട്ട് കുറച്ച് 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 ഇരിക്കട്ടെ. അത് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്നുണ്ട് ശരി. ഒരു കാര്യം ചെയ്യാം, തലമുടി എല്ലാം കൂടെ ഒന്ന് കെട്ടി വെച്ചേക്കാം.
നമുക്ക് ഹെയർ കളർ ചെയ്ത് കൊടുക്കാം. അധികം തുമ്പത്തൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പന്നലായി പോകും നമ്മുടെ മുടിയൊക്കെ. ഇനി മുടിയിലാവോ എന്ത് ഒരു സാധനം ഉണ്ടായിരുന്നു. അത് താഴോട്ടിളകി വരുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഇരിക്കുന്നു. ലോക്കാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്തെടുക്കാം. ഇവിടെ നിന്ന് പോവാല്ലേ. ഗ്യാപ്പ് കൊടുക്കണ്ടേ, മറ്റേന് ചെയ്യാനൊരു ഗ്യാപ്പ് കൊടുക്കണ്ടേ. താഴെ എടുക്കാം. കാരണം മറ്റേ ഹെയർ കളറും കൂടെ ചെയ്യണമെങ്കിൽ അത് ഇച്ചിരി താഴെയായിട്ട് വേണ്ടേ. സാധാരണ നമുക്ക് അടുത്ത പാർട്ടീഷൻ ചെയ്യാം. ഞാൻ ഏതാണ്ട് ഇവിടെയൊക്കെ ചെയ്തു. ഇവിടെ നമുക്ക് വേറെ കളർ ചെയ്യാം. അപ്പം അതൊന്ന് മാറ്റി വെക്കണം. എന്നിട്ട് ഇവിടത്തെയും കുറച്ചും കൂടി വേണം. ഇച്ചിരി പാടാണ്. ഇവിടെ നിന്നെല്ലാം ഇറങ്ങി വരുന്നു. ഓടി ഗൈസ്. ഞാൻ അപ്പം അങ്ങനെ ഗൈസ് മണ്ടയ്ക്ക് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. ഏതൊരു കോലത്തിലിരിക്കുന്നല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും ആയിട്ടില്ല. സാരില്ല. ഇതിന് ഇവിടെയും കൂടെ നമുക്ക് എന്താ പറയുക ചെയ്യാം. അതിന് അടുത്തത് പൊട്ടിക്കാം. ഇത് ഏതായിരുന്നു? 12-2-ൻ്റെയാണ്. അത് അടുത്തത് പൊട്ടിക്കാം. നല്ല രസമാണ്, നല്ല കളർ. ഇങ്ങനെ വെച്ചാൽ പൊടിച്ച മറ്റേ തീർന്നു കേട്ടാ. ഇത്രയും മതി, കുറച്ച് ഇട്ടാൽ മതി. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബ്ലാക്ക് കളറും കൂടെ നമുക്ക് ആവശ്യമാണല്ലോ. ഒക്കെ ആയിട്ടുണ്ട്. അയ്യോ മെനക്കെട്ട്, കുറച്ച് മെനക്കെട്ട് എന്നാ പാടാന്നില്ലേ. ഡെവലപ്പർ അവരെനിക്ക് തന്നെ പറഞ്ഞു തന്നാണ്. ഈ കളറിന് ഈ ഡെവലപ്പറാണ് ചേരുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവരെനിക്ക് തന്നതാണ് കേട്ടോ. അല്ലാതെ വേറെ എന്താ പറയുക ഇഷ്ടമുള്ള ഡെവലപ്പറും അങ്ങനെ വാങ്ങിച്ചിട്ട് കാര്യമില്ല. ആ ക്രീമിന് സ്യൂട്ട് ആവുന്നത്, കളർ ക്രീമിന് സ്യൂട്ട് ആവുന്നത് തന്നെ വേണം നമ്മൾ വാങ്ങിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പം അത് തന്നെ ഉപയോഗിക്കാൻ നിങ്ങൾ നോക്കാം.
നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പോയാൽ ഇതൊരു 1 മണിക്കൂർ നീണ്ടുപോകുന്ന ഒരു വീഡിയോ ആയിപ്പോയല്ലോ. ഞാൻ പിന്നെ എന്താ ചെയ്തെന്നറിയാം, ആദ്യം ഇങ്ങനെ കുറച്ച് കളർ ചെയ്തിട്ട് പിന്നെ എല്ലാം കൂടെ കൂട്ടിക്കെട്ടി ആ ഫോയിൽ പേപ്പറിൽ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇച്ചിരിയും കൂടെ ഭംഗി വരുമല്ലോ, പെട്ടെന്ന് തീരുകയും ചെയ്യുമല്ലോ. പിന്നെ ഇതൊക്കെ ഉണങ്ങി ഡ്രൈ ഒക്കെ ചെയ്ത് ഒന്നിന് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഒരു നേരം ആവുമല്ലോ. ഏതാണ്ടൊക്കെ സെറ്റായി. ഭാഗ്യത്തിന് 4-3-7 മുടി ഉണ്ടായതുകൊണ്ട് കാരണത്താൽ ഇത്രയെങ്കിലും ഒതുക്കാൻ പറ്റിപ്പോയി. കുറേ മുടി ഉണ്ടായത് ഇത് പെട്ടുപോയി. ഏതൊക്കെയോ രീതിക്കാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ ഇനി മുടിയിൽ കളറാകുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ വെച്ചേക്കുന്ന രീതി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തോ കാണിച്ചു വെച്ചേക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ല. അപ്പം നമുക്കിനി ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള വിശേഷം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഫൈനലി മുടിയിലെല്ലാം ഹെയർ കളർ ആയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. അത്യാവശ്യം അതുപോലെ തന്നെ മുടിയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും വലുതായിട്ട് ഒരു അങ്ങിങ്ങായിട്ടൊക്കെയാണ് കളർ ഇരിക്കുന്നത്. സലൂണിൽ പോയി ചെയ്യുന്നതിൻ്റെ അത്രയും പ്രൊഫഷണലൊന്നും ആയിട്ടില്ലെങ്കിൽ ഒരു 5% ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ബട്ട് സലൂണിൽ പോയി ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും.